സുഹൃത്തെ നമസ്കാരം, ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. ഇന്ന് ഞാൻ സംസാരിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതലായിട്ട് വൈറലായിട്ട് കേൾക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അമ്മയും മകൻ്റെ ഇഷ്യൂ നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ട്. അത് നമ്മളുടെ കായംകുളം MLA പ്രതിഭ മേഡത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഭവം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഭയങ്കര കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ, അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. കാരണം ഇതുപോലത്തെ ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരിലും അനുഭവപ്പെടുന്നുണ്ടാവും. കാരണം ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ രണ്ട് തരം എനർജി ഉണ്ടാവുമെന്ന് പറയാം. ഒന്ന് ഒരു മെയിൽ എനർജിയും ഫീമെയിൽ എനർജി, മസ്കുലിൻ എനർജി ആൻഡ് ഫെമിനിൻ എനർജി എന്ന് പറയാം. അപ്പോൾ പുരുഷന്മാർ ജനിക്കുമ്പോൾ തന്നെ പുരുഷന്മാരിൽ മസ്കുലിൻ എനർജി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ചെറുപ്പത്തിലെ കുറച്ചുകൂടി നമ്മൾ കുരുത്തക്കട കൂടുതലായിരിക്കും, ശ്രദ്ധിച്ചറിയാൻ പറ്റും. പെൺകുട്ടികളിൽ ഉണ്ടാവുന്നത് ഫെമിനിൻ എനർജിയാണ്. ഒതുങ്ങി കൂടി പാവേനൊക്കെ നോക്കി അടുക്കള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. രണ്ട് എനർജിയാണ്. പിന്നീട് കാലം ചെല്ലും തോറും ഈ ചില വീടുകളിൽ നമ്മൾ അപ്ബ്രിങ്ങിങ്, നമ്മൾ വളർന്ന സാഹചര്യം, അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത അച്ഛൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചില പെൺകുട്ടികളിൽ ഹൈലി മെയിൽ എനർജി ഡോമിനേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവും. കാര്യം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും, വീട്ടിലെ കാര്യം നോക്കേണ്ടി വരും, കടയിൽ പോകേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾ പിന്നീട് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും ആ പെൺകുട്ടി കുറച്ച് ഹൈ ഡോമിനേഷനിൽ മെയിൽ എനർജി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് ബോൾഡാവും, വെട്ടി തുറന്നു പറയും, ഈ രീതിയിലൊക്കെ മാറുന്ന കാണാൻ പറ്റുന്നുണ്ടാവും. എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു കന്മദം സിനിമയിൽ മഞ്ജു വരെ ക്യാരക്ടർ നോക്കി അറിയാൻ പറ്റും, അവൾ ഇതുപോലത്തെ ഒരു മെയിൽ ഡൊമിനേറ്റിംഗ് ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മാറുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രതിഭ മേഡത്തിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ, പ്രതിഭ മേഡത്തിന് എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോൾ അവർ കുറച്ച് മെയിൽ ഡോമിനേഷൻ അവർ ജീവിതത്തിൽ കാണുന്നത്, അവർ കുറച്ച് ബോൾഡാണ്. ഇങ്ങനെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ, അല്ലെങ്കിൽ മസ്കുലിൻ എനർജി കൂടിയ ആളുകൾ കരിയറിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര അവർ വളരുന്നുണ്ടാവും കരിയറിൽ. പക്ഷെ റിലേഷൻഷിപ്പിൽ അവർ വളരെ വീക്കായിരിക്കും. കാരണം അവർക്ക് ഫെമിനിൻ എനർജി കുറവാണ്. അപ്പോൾ നമുക്ക് രണ്ട് എനർജി ആവശ്യമാണ്. നമുക്ക് കരിയറും സെറ്റ് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിനും നമുക്ക് രണ്ട് എനർജിയുടെയും ബാലൻസ് ആവശ്യമാണ്. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ആ ഇംബാലൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭർത്താവായിട്ട് ഡൈവോഴ്സ് അങ്ങനെ എന്തും ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ എന്തോ സ്വരച്ചേർച്ചയാക്കി എന്തെങ്കിലും ഉണ്ടാവും. അത് മാത്രമല്ല, ഈ മെയിൽ ഡോമിനേറ്റ് ഇരിക്കുന്ന സ്ത്രീകൾ അട്രാക്ട് ചെയ്യുന്നത് ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരെയാണ്. അല്ലെങ്കിൽ ഇവരിൽ വരുന്ന പുരുഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ പുരുഷനിലിരിക്കുന്ന ബാക്കിയുള്ള മെയിൽ എനർജിയും കൂടി ഇവരും കൂടെ അട്രാക്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ അവർ വീക്കാവും. ഇതിന് നല്ല എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ദൃശ്യം സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആശ ശരത്തിന് സിദ്ദിഖ് റോൾ അറിയാൻ പറ്റും. ആശ ശരത്ത് വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ലേഡിയാണ്. അവർ കിട്ടിയത് സിദ്ദിഖാണ്. സിദ്ദിഖ് വളരെ പാവമായിട്ടുള്ള സാധുവായിട്ട് മനുഷ്യനാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഈ ഇംബാലൻസ് ഇവർ ജീവിതത്തിൽ ഉണ്ടാവും. ഈ ഇംബാലൻസ് ഉള്ള ആളുകളിൽ കരിയറിൽ നന്നായിട്ട് കയറിപ്പോകും. അവരുടെ അതേ രീതിയിൽ അവർക്ക് ഭർത്താവിന് കയറിപ്പോകാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് മടിയും കാര്യങ്ങളും കാണാൻ തുടങ്ങും. അത് മാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ ഇവർ റൊമാൻറ്റിക്കിലൊക്കെ വളരെ വീക്കായിരിക്കും. ഒരാളുടെ തല ചായച്ച് നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഒരാളുണ്ടാവില്ല. എൻ്റെ വിഷമം ആരോട് പറയും? എല്ലാം തോളിലേറ്റ് നടക്കുന്നതായിരിക്കും ഇങ്ങനത്തെ സ്ത്രീകൾ. അപ്പോൾ ചെക്ക് ചെയ്തറിയാൻ പറ്റും, ഈ മെയിൽ എനർജി കൂടിയ സ്ത്രീകൾ മറ്റുള്ള മുമ്പിൽ കരയില്ല, സങ്കടമെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് നടക്കും. ആ ഉള്ളിൽ ഒതുക്കി വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പിന്നീട് കാലക്രമേണ കുറേ കാലം കഴിയുമ്പോൾ അവർക്ക് കാലുവേദന, മുട്ടുവേദന, നടുവേദന കാണാൻ കാരണം ഇതെല്ലാം ചുമന്ന് നടക്കുന്നുണ്ടാണ്. ഇതൊന്നല്ല, ഇതിനപ്പുറം വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഉണ്ടാവുന്ന കുട്ടികളിലും ആ ഇംബാലൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ആൺകുട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ മെയിൽ എനർജി അമ്മ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ പ്രതിഭ മേഡത്തിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർ റിലേഷൻഷിപ്പിൽ വീക്കാണ്. കരിയറിൽ അവർ വളരെ ബെസ്റ്റായിരുന്നു. അവർ വളരെ ചെറിയ പ്രായത്തിൽ മെമ്പറായി, പ്രസിഡൻ്റായി, MLA ആയി, അല്ലേ, നമുക്കറിയാം. പക്ഷേ റിലേഷൻഷിപ്പ് ഒരു വീക്കാണ്. ഇതേ സിറ്റുവേഷൻ അവരുടെ മോന് സംഭവിക്കുന്നുണ്ട്. ഇംബാലൻസ് ഉള്ള എനർജി ഫ്ലോ അവരുടെ മകനിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മകനിൽ നമുക്ക് നോക്കിയറിയാൻ കുറച്ച് ലെതാർജിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. കുറച്ച് മടിയുണ്ടാവും അവന് കുറച്ചും കൂടി പെണ്ണുങ്ങളുടെ സ്വഭാവം പോലെ ആയിരിക്കും സംസാരം. അവൻ പെട്ടെന്ന് അടിമപ്പെടും. ഈ കഞ്ചാവ് പോലുള്ള സാധനത്തിൽ അടിമപ്പെടാനുള്ള കാരണം ഒരു പക്ഷേ, എനിക്ക് ഡീറ്റെയിൽഡ് അറിയില്ല, ഞാൻ പറയുകയാണ് അങ്ങനെ ആയിരിക്കാം വരാൻ കാരണം. അവനിൽ ആ ഒരു എനർജി ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ എനർജി ഇംബാലൻസ് ഉള്ള ആളുകളുടെ തലമുറകളിലേക്ക് അത് മാറിപ്പോകുന്ന പറയാം. അപ്പോൾ അവർക്കുള്ള കുട്ടികളെല്ലാം ഇംബാലൻസ് ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. അതായത് നമ്മുടെ ഉള്ളിൽ നമുക്ക് രണ്ട് എനർജിയും വേണം. നമുക്ക് നല്ല റിലേഷൻഷിപ്പും വേണം, നല്ല കരിയറും വേണം. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ രണ്ട് എനർജിയും സമയങ്ങളിൽ നമുക്ക് എടുക്കാനുള്ള ഒരു ബാലൻസിങ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണമെന്ന് പറയാം. പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ എല്ലാ സ്ത്രീകളിലും ഈ എനർജി ഉണ്ടാക്കാൻ പറ്റും, എല്ലാ പുരുഷന്മാരിലും ഈ എനർജി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി. അതെന്തൊക്കെയാണ് പ്രാക്ടീസ് എന്നുള്ളത് ഞാൻ ക്ലാസ്സായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും. അത് ഡീറ്റെയിൽ ചെയ്യാൻ എൻ്റെ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിൽ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ചക്രാസായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. കാരണം ഓരോ ചക്രയിലും മെയിൽ ഫീമെയിൽ അനുസരിച്ച് വ്യത്യാസമുണ്ട്. അതൊക്കെ ബാലൻസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും, കരിയറും റിലേഷൻഷിപ്പും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ സ്പൗസും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ
അത് മാറ്റാൻ തയ്യാറാവും. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എനർജിയിൽ കിടക്കുന്ന ബാലൻസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നുണ്ടാവും. കരിയറും സെറ്റാവും, റിലേഷൻഷിപ്പ് സെറ്റാവും. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം പുതിയൊരു ചിന്തയായിട്ട്. ബൈ ഫ്രം രാകേഷ് പാട്ട്.